നമസ്കാരം. സൗബിൻ ഷാഹിർ പ്രധാന വേഷത്തിലെത്തി ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത ചിത്രമായ മച്ചാന്റെ മാലാഖ എന്ന സിനിമ തിയേറ്ററിൽ റിലീസായി. നമുക്ക് ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. തന്നെ ഇതിന് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ടാണെന്ന് വിചാരിക്കരുത്. ഈ സിനിമ ഒരു 1990-ൽ ഒരു ഓണം കാലത്ത് റിലീസ് ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നെങ്കിൽ അന്ന് പോലും ഈ സിനിമ പരാജയപ്പെട്ടേനെ എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇതേ കഥ പോയി ആ സിനിമയിൽ പറഞ്ഞിരുന്നെങ്കിൽ, അന്ന് അതേ കാലത്ത് 1990-91 പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ സിനിമ ഇതെങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഈ സിനിമയിൽ ഉടനീളം ആദ്യ രംഗം മുതൽ തന്നെ നാടകീയതയുടെ അങ്ങേയറ്റം. പിന്നെ ഇതിനകത്ത് സൗബിൻ്റെയൊക്കെ ഒരു വിഗ്ഗുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എന്തിനാണ് ആ വിഗ് യൂസ് ചെയ്തതെന്നോ, സൗബിനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വിഗ്, അത് മാച്ച് ചെയ്ത് സൗബിൻ്റെ പ്രകടനവും കൂടി ആകുമ്പോൾ നാടകീയത എന്നുള്ളത് പോട്ടെ, ആർട്ടിഫിഷ്യാലിറ്റിയുടെ അങ്ങേയറ്റം ആയിട്ട് ഈ സിനിമ സെറ്റ് ചെയ്തിട്ടുണ്ട്. സജീവൻ എന്ന കഥാപാത്രമായി ഒരു ബസ് കണ്ടക്ടർ, KSRTC ബസ് കണ്ടക്ടറായിട്ടാണ് സൗബിൻ ഈ സിനിമയിൽ എത്തുന്നത്. ആദ്യ രംഗം മുതൽ തന്നെ സൗബിനെ ആക്ഷനെ കട്ട് എന്ന് പറഞ്ഞിട്ട് അതിനിടയിൽ അഭിനയിക്കുന്നത് പോലെയാണ് സൗബിനെ തോന്നുന്നത്. പിന്നാലെയാണ് ഈ സിനിമയുടെ പ്രധാന കഥാപാത്രമായ ബിജി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് നമിത പ്രമോദ് എത്തുന്നത്. അവിടെയാണെങ്കിൽ പിന്നെ പറയണ്ട, നമിത ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ നമിതയെ സംബന്ധിച്ച് നമിതയ്ക്ക് തീരെ പറ്റാത്തതുപോലെ, അതായത് വളരെ അവശയായി എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ സിനിമയിൽ വരുമ്പോഴേക്കും ഒട്ടും ഒരു എനർജി ഇല്ലാതെ, കാരണം ഈ ദേഷ്യമൊക്കെ കാണിക്കുന്ന രംഗങ്ങളുണ്ട്. നമുക്ക് ഒരു ഘട്ടത്തിൽ ഈ കഥാപാത്രത്തിന് പല ലേയേഴ്സ് ഉണ്ട്. ഇത് സൈക്കോ ആണോ, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, അങ്ങനെ പല പല തലങ്ങളിലൂടെ ഒരു ക്യാരക്ടർ ഗ്രാഫൊക്കെ തോന്നും. ചിലപ്പോൾ ഒരു സ്നേഹം തോന്നും, ചിലപ്പോൾ പേടി തോന്നും, ചിലപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് തോന്നും. അങ്ങനെ പല പല ചോദ്യങ്ങൾ പ്രേക്ഷകൻ്റെ മേൽ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ആ ക്യാരക്ടർ ഒരിക്കലും പുൾ ഓഫ് ചെയ്യാൻ നമിത പ്രമോദിന് ഒരു സീനിൽ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ദേഷ്യമൊക്കെ പെടുമ്പോൾ ചിരിയാണ് വരുന്നത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഡയലോഗുകൾ എന്താണ് മറ്റേ ഈ എഴുതിക്കുറിച്ച് പറയാന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഇതിൻ്റെ സംഭാഷണങ്ങൾ അത്രമേൽ ഒരു ദേഷ്യം വരിക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ രീതിയിൽ പ്രേക്ഷകൻ്റെ പേഷ്യൻസിനെ, ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിൽ ഇതിൻ്റെ സംഭാഷണങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ഈ സിനിമ പലപ്പോഴായി ജയ ജയ ഹേ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള സിനിമകൾ, നമ്മളിപ്പോൾ വിമൻ എംപവർമെൻറ്റിനെ പറ്റി സംസാരിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ത്രീകൾ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് പ്ലേസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ള സിനിമകളൊക്കെ തന്നെ എന്ത് രസമായിട്ട് ബിപിൻ ദാസും ജിയോ ബേബിയൊക്കെ എടുത്ത് വെച്ചേക്കുമ്പോൾ അതിൻ്റെ ഒരു മെയിൽ വേർഷനൊക്കെ ഉദ്ദേശിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ബോബൻ സാമുവൽ. പക്ഷേ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലാതെയാണ് ഈ സിനിമയിൽ ഉടനീളം പോകുന്നത്. സജീവൻ അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ സിനിമ സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു ഭർത്താവ് ഭാര്യ വീട്ടിൽ താമസിക്കേണ്ടി വരുന്നു, അതിന് ദത്ത് നിൽക്കേണ്ടി വരുന്നു, ദത്ത് നിൽക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ സിനിമയിൽ. അത് നമ്മൾ ഈ നാട്ടിൻപുറത്തിലൊക്കെ അച്ചി വീട്ടിൽ താമസിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശ അല്ലെങ്കിൽ ഒരു പുച്ഛം എന്നൊക്കെ പറയുന്നത് ഞാൻ ഇന്നത്തെ സമൂഹത്തിൽ അത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. എല്ലാ രണ്ട് കുടുംബങ്ങളായാലും അത് എവിടെയാണെങ്കിലും താമസിക്കുന്നതിൽ അങ്ങനൊരു വ്യത്യാസമൊന്നും ഇല്ലയെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് 1990-ൽ ഇത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ പോലും ഈ സിനിമ പരാജയമായിരുന്നതിനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സെറ്റിങ്ങിൽ ഈ സിനിമ സംസാരിക്കപ്പെടുമ്പോൾ അതിൻ്റെ യുക്തി എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പുരുഷന്മാർ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ എന്നൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. പക്ഷേ അതിനകത്തേക്ക് കൊണ്ടുവരുന്ന എലമെൻസ് ഒക്കെ തന്നെ ഒരു തരത്തിലും അതുമായിട്ട് യാതൊരുവിധ യോജിപ്പും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. പെർഫോമൻസ് വൈസ് എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ അഭിനേതാക്കൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതൊരു സംവിധായകൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മൊത്തം ടെക്നിക്കൽ ക്രൂവിൻ്റെയും പ്രശ്നമായിരിക്കാം. ബോബൻ സാമുവലിനെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടൊരു ഡയറക്ടറിന് എന്താണ് സംഭവിച്ചതെന്നൊരു ചോദ്യം വളരെ പ്രസക്തവുമായിട്ട് ഈ സിനിമയിൽ ഉടനീളം തോന്നുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഹ്യൂമറായിട്ട് പറയുന്ന പല സിറ്റുവേഷൻസും ചിരിയൊന്നും പൊട്ടാത്ത രീതിയിലേക്ക് ഇതാണോ ഹ്യൂമർ എന്ന് തോന്നിപ്പിക്കാൻ BGM കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഹ്യൂമർ സീനാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് സീരിയസ് സീനാണെന്ന്. അതുകൊണ്ട് BGM ഒരു ഹ്യൂമർ എന്ന് തോന്നുന്നത് കൊണ്ട് ആ രംഗം ഹ്യൂമർ ആയിരുന്നല്ലേ എന്ന് തോന്നുന്ന ചില മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ഇതിനകത്ത് വെറുപ്പ് തോന്നിക്കാൻ വേണ്ടി അമ്മയായ ശാന്തി കൃഷ്ണ ആണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് വരുന്നത്. ശാന്തി കൃഷ്ണയോട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ആ ക്യാരക്ടർ രൂപപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ശാന്തി കൃഷ്ണയ്ക്ക് പോലും ഈ പറയുന്ന ഈ ഒരു ആർട്ടിഫിഷ്യാലിറ്റി, അതായത് ഈ മുഖം വീർപ്പിക്കുക, നമ്മൾ ഈ സീരിയലുകളിലൊക്കെ കാണുന്ന അമ്മായി അമ്മമാർ പോരെന്നൊക്കെ പറയുമല്ലേ, ആ രീതിയിൽ കൃത്യമായി എങ്ങനെയാണോ നമ്മൾ സീരിയലുകളിൽ കാണുന്ന അമ്മായി അമ്മമാർ, അതുപോലെ തന്നെ ഈ സിനിമയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഓവറായിട്ടുള്ള എക്സ്പ്രഷൻ അഭിനയങ്ങളൊക്കെ പറഞ്ഞ് സീരിയലുകാരെ ട്രോളുമ്പോൾ പോലും സിനിമയിലേക്കും അത് കടപിടിക്കാം, നമുക്ക് സിനിമയിലേക്കും അത് കൊണ്ടുവരാം എന്ന് ഊന്നി പറയുന്നത് പോലെ മച്ചാൻ്റെ മാലാഖ എന്ന സിനിമയിൽ ശാന്തി കൃഷ്ണയുടെ കഥാപാത്രം ഫീൽ ചെയ്തു. ശാന്തി കൃഷ്ണയുടെ ഭർത്താവായിട്ട് KU മനോജാണ് എത്തുന്നത്. ഒരു അപ്പാവി ഒരു കഥാപാത്രമായിട്ട് പ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ശാന്തി കൃഷ്ണയുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ കഴിയേണ്ടി വരുന്ന ഭർത്താവ് എന്ന കഥാപാത്രമായിട്ടാണ് മനോജ് KU എത്തുന്നത്.
അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ പറയുന്ന ഡയലോഗുകൾ ഉൾപ്പെടെ ഈ തിരക്കഥ ഫോം ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെ തന്നെ ഇതിനകത്ത് ഏച്ചുകെട്ടലുകൾ, അതീവ നാടകീയത, അതായത് സിനിമയിൽ അഭിനയിക്കുകയാണ്, ഇവിടെയാണ് ക്യാമറ, അപ്പോൾ ഇങ്ങോട്ടേക്ക് ലുക്ക് കൊടുക്കൂ, ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്യൂ, അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് പോലുള്ള വളരെ അലസമായ ഒരു ഫിലിം മേക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തതാണ് മച്ചാൻ്റെ മാലാഖ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൗബിൻ്റെ ഈ സൗബിൻ്റെ വിഗ്ഗാണോ ഒറിജിനൽ മുടി എല്ലാം എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ വിഗ് ഒട്ടും മാച്ച് ചെയ്യുന്നില്ല സൗബിന്. എന്തിനാണ് ഇങ്ങനെ ഒരു നമ്മൾ ഒന്നുകിലൊരു ഔട്ട് കാണുമ്പോഴേക്കൊക്കെ നമുക്ക് തോന്നേണ്ടതല്ലേ, പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ സിനിമ ഷൂട്ടായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായി, പിന്നീടാണ് ഇത് തിയേറ്ററിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് അത്രയും ലാഗ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ പുരുഷന്മാർ അനുഭവിക്കുന്ന പീഡനം, ഭാര്യ വീട്ടിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ സിനിമ സംസാരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അതിലൊരു 10% പോലും വിജയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമേൽ വിരസമായ തിരക്കഥയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. തമാശയായിട്ട് പറഞ്ഞ പല ഡയലോഗുകളും ഏറ്റില്ല, അതീവ നാടകീയത, അങ്ങനെ പ്രേക്ഷകൻ്റെ എല്ലാ ക്ഷമയും പരീക്ഷിച്ചുകൊണ്ട് മച്ചാൻ്റെ മാലാഖ അങ്ങനെ ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് പറയേണ്ടി വരുന്നത്. മാത്രമല്ല ഈ സിനിമയിൽ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ധ്യാനൊക്കെ വന്നതിന് ശേഷം ഈ സിനിമ ഒന്ന് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഒരു കാര്യമില്ല, ധ്യാൻ വന്നിട്ട് പോലും ഒരു തരത്തിലുമുള്ള ചലനം ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. വളരെ ഫ്ലാറ്റായിട്ടാണ് ഈ സിനിമ പോകുന്നത് എന്നുള്ളതും കൂടി എടുത്തു പറയട്ടെ. മാത്രമല്ല ഈ സിനിമ 2012 അമേരിക്കയിൽ നടന്ന ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്നൊക്കെ ധ്യാൻ പറയുന്നുണ്ട്. അതായത് ഭാര്യയുടെ വൃക്ക മാറ്റിവെച്ച് അത് ഭർത്താവിന് നൽകി, പിന്നീട് ഭർത്താവ് നേരായ രീതിയിലല്ല ജീവിക്കുന്നതെന്ന് കണ്ടുകൊണ്ട് ഭാര്യ വൃക്ക തിരിച്ചു ചോദിക്കുന്നു. ഇതാണ് ഈ സിനിമയുടെ ഒരു പ്രമേയം എന്നൊക്കെ നമുക്ക് പറയാം. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കോ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, ഞാൻ അതിൻ്റെ എസൻസ് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കേസ് അമേരിക്കയിൽ സംഭവിച്ചിട്ടുണ്ട്, അതൊരു റീക്രിയേഷൻ എന്നുള്ളതാണ്. കാരണം ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, ലാൽ ജോസ് അതിനകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഇതുപോലൊരു കേസ് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. സത്യം, ഇതുപോലൊരു സിനിമയും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു സിനിമ അടുത്ത കാലത്ത് ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമയിൽ ഉടനീളം തന്നെ ഫീൽ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഈ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അത് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി ഈ സിനിമയ്ക്ക് വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. നെഗറ്റീവ്സ് മാത്രം പറയുന്നില്ല, 1-2 സ്ഥലങ്ങളിൽ ചിരി പൊട്ടിയിട്ടുണ്ട് എന്ന് പറയാം. അത് നമ്മളും കൂടി പരിശ്രമിക്കണം. ഇതൊരു ഹ്യൂമർ സീനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും കൂടി ഒന്ന് ചിരിച്ചാൽ ഈ സിനിമ വർക്കാകും. അല്ലാത്ത പക്ഷം ഈ സിനിമയിൽ അതും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഈ കഥ അല്ലെങ്കിൽ ഇതെന്ന് പ്ലേസ് ചെയ്യപ്പെടേണ്ട സിനിമയാണെന്നുള്ളൊരു വലിയ പ്രസക്തമായ ചോദ്യങ്ങളൊക്കെ തന്നെയുണ്ട്. എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സിനിമ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ഒന്നും അറിയില്ല. ഓൾ കേരള മെൻസ് അസോസിയേഷനൊക്കെ ഇന്നൊരു കോമഡി ആയിട്ട് മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ സിനിമയും അതേപോലെ തന്നെ ഒരു കോമഡി പീസായിട്ട് മാറുകയാണ് മച്ചാൻ്റെ മാലാഖ. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ വിപരീത അഭിപ്രായമാണെങ്കിൽ അതും രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.